ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നോമ്പിൽ 4-ാമത്തെ ദിവസമായി ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് അഹങ്കാരം എന്ന വിഷയത്തെ പറ്റിയാണ്. എന്താണ് അഹങ്കാരം? ദൈവത്തെ നമ്മുടെ മനസ്സിൽ നിന്ന് പുറത്താക്കി സ്വയം പ്രശംസിക്കുന്ന അവസ്ഥയാണ് അഹങ്കാരം. ഇത് മറ്റുള്ളവരെ അവഗണിക്കുവാനും തെറ്റുമാത്രം പറയുവാനും നമ്മെ പ്രേരിപ്പിക്കുന്നു. അഹങ്കാരത്തെ പ്രധാനമായും നമുക്ക് പല രീതിയിൽ തരംതിരിക്കാം. ആദ്യമായി ആത്മീയ അഹങ്കാരം. പരീശന്മാരുടെ ഭക്തിയെപ്പറ്റി യേശു പറയുന്നത് ആത്മീയ അഹങ്കാരം എന്നാണ്. നാം എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവരാണ്, എല്ലാ ആരാധനയിലും പങ്കെടുക്കുന്നവരാണ്. എന്നാൽ നാം അതുപോലെ തന്നെ പല പല തെറ്റുകളും ചെയ്യുന്നു. നാം എന്ത് തെറ്റ് ചെയ്താലും അത് ദൈവം നോക്കിക്കൊള്ളും എന്ന ചിന്ത നമ്മെ ആത്മീയ അഹങ്കാരത്തിലേക്കാണ് നയിക്കുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിന് തടസ്സമാകുന്ന മനസ്സിൽ കട്ട പിടിച്ചിരിക്കുന്ന ഇത്തരം അഹങ്കാരങ്ങളെ എടുത്തു കളയുവാൻ നമുക്ക് കഴിയണം. അടുത്തതായി സാമൂഹികവും വ്യക്തിപരവുമായ അഹങ്കാരം. ഇന്നത്തെ സമൂഹത്തിൽ അഹങ്കാരമില്ലാത്തവരായി നമുക്ക് ആരെയും കാണുവാൻ സാധിക്കില്ല. ഈ സമൂഹത്തിൽ മനുഷ്യൻ അഹങ്കരിക്കുന്നത് പണം, സൗന്ദര്യം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയ്ക്ക് കൊണ്ടാണ്. വ്യക്തിപരമായ അഹങ്കാരം നമ്മുടെ മനസ്സിൽ മുമ്പിലുള്ളതിനെ തകർത്ത് എതിർക്കുന്നവരെ ഇല്ലാതാക്കുകയും എല്ലാവരെയും നിരാശപ്പെടുത്തുകയും ജയിച്ചു എന്ന് സ്വയം അവകാശപ്പെടുകയും ചെയ്യുന്നു. നീ കഴുകനെ പോലെ പറന്നുയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുകൂട്ടിയാലും നിന്നെ താഴെയിറക്കുവാൻ, എല്ലാം തകർത്ത് നിന്നെ തരിപ്പണമാക്കുവാൻ ദൈവത്തിന് ഒരു നിമിഷം മതി എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ ഈ സമൂഹത്തിൽ നാം അഹങ്കാര ബുദ്ധിയോടെ ജീവിക്കുമ്പോഴാണ് ദൈവം നമ്മിൽ ഇടർച്ചകൾ വരുത്തുന്നത്. നാം എന്ന അഹങ്കാരഭാവം മാറ്റി ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോഴാണ് ദൈവം നമ്മിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നാം നനയ്ക്കുന്നതിലപ്പുറമായി നൽകുന്നത്. അങ്ങനെ നോമ്പ് മാസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ ഒരു ചെറിയ സന്ദേശം നാം ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ ഈ നോമ്പ് കാലം നമുക്ക് വളരെ അനുഗ്രഹം നിറഞ്ഞതാവുകയും ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ നമുക്ക് കഴിയുകയും ചെയ്യും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.